അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാന്റെ ആദ്യത്തെ വെള്ളി ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് പരിശുദ്ധ റമദാന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ഒരു ഭാഗ്യം നൽകിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം റമദാൻ തന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നിരന്തരമായി എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ബല്ലഗ്നാ റമദാൻ, ബല്ലഗ്നാ റമദാൻ, റമദാൻ എത്തിച്ചു തരണേ അല്ലാഹ്. അള്ളാഹു തന്നു, അൽഹംദുലില്ലാഹ്. എത്രയും അള്ളാഹുവിന് സ്തുതി പറഞ്ഞാൽ മതി വരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ഇന്നൊരു സൂറത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കണം. പരിശുദ്ധ റമദാൻ നാം ഒരു തുടക്കം കുറിക്കണം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാനിസ്കാരത്തിന്റെ ശേഷം സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ കാത്തു നിൽക്കും, എന്തെങ്കിലും ഒരു ഇൽമു പറഞ്ഞു തരുമോ എന്ന്. അന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ കിടന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നു മുതൽ മരണം വരെ 100 ആയത്ത് ഓതിക്കൊണ്ട് കിടന്നു ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതിന് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നില്ലേ? കാരണം നാം ജോലിയൊക്കെ കഴിഞ്ഞ് വലിയ പ്രയാസത്തിനാണ് വരുന്നത്, പിന്നെ ഇങ്ങനെ ഓതണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും ബേജാറാകണ്ട, ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം, അത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ വലിയ ഗുണം കിട്ടൂ എന്ന്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഒരുപാട് ഖുർആൻ സൂറത്തുകളുണ്ടല്ലോ, അതിനൊന്നും ഇല്ലാത്ത ഈ മഹത്വം ഇതിന് കിട്ടാൻ എന്താ കാരണം? റസൂൽ പറഞ്ഞു, അതിലൊരു ആയത്തുണ്ട്, ആ ആയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഗൗരവമാണ്. ഈ ആയത്ത് ഓരോ മുഅ്മിൻ മനസ്സിലാക്കിയിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിലുള്ള ആയത്ത് ഇങ്ങനെയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതിന്റെ അവസാനത്തെ ആയത്ത് ഇങ്ങനെയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് ഓരോന്നിനും അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കപ്പെടും. അള്ളാഹു നമുക്ക് തന്ന ഒഴിവ് സമയം, അള്ളാഹു നമുക്ക് തന്ന മക്കള്, അള്ളാഹു നമുക്ക് തന്ന ഭാര്യ, കുടുംബം, സമ്പത്ത്, ഇങ്ങനെ പദവി, അതുപോലെ സ്ഥാനമാനങ്ങൾ, അത് എങ്ങനെ ഉപയോഗിച്ചു, സമ്പത്ത് എങ്ങനെ, ഓരോന്നും നാം ഉത്തരം പറയേണ്ടി വരും. നമ്മുടെ ഒഴിവ് സമയം എന്ത് ചെയ്തു, എന്താ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഉത്തരം പറയാനുള്ളത്? മൊബൈലും ഇങ്ങനെ തോണ്ടി നിന്നു എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാനുള്ളത്? അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഇന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം വരെ, ഇന്നത്തെ 4-ാം ദിവസമാണല്ലോ തറാവി, ഇന്നത്തെ 4-ാമത്തെ തറാവിയാണ്. ഇന്നത്തെ തറാവി ഒരാൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ തറാവിക്ക് വലിയ മഹത്വമാണ്. ഇന്നത്തെ തറാവി ഒരുത്തൻ നിസ്കരിക്കാൻ തൗഫീക്ക് കിട്ടിയാൽ അവനിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം, വിശുദ്ധ ഖുർആനും ഖത്മ തീർത്തതും, അതുപോലെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഇതൊക്കെ മൊത്തം ഓതിയ പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തറാവി എല്ലാവരും നിസ്കരിക്കണം. വീട്ടിൽ പോയി നിസ്കരിക്കുക. അർശിന്റെ ഭാഗത്തു നിന്നുള്ള അദവത്തുൽ ഖുദ്സ് എന്ന സ്ഥലത്ത് നിന്ന് പ്രത്യേകമായ മലക്കുകൾ നമ്മെ വരും, സ്പർശിക്കും. അവർ സ്പർശമേറ്റവർ പരാജയപ്പെടുകയില്ല എന്നതിനെ കുറിച്ചൊക്കെ നാം പഠിച്ചവരാണ്. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ളവര്, സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തു തക്കാസുർ, അൽഹാക്കുമുത് തക്കാസുർ. ആ അൽഹാക്കുമുത് തക്കാസുർ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരെ കുറിച്ച്, മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. അൽഹാക്കുമുത് തക്കാസുർ, മനുഷ്യന് പരസ്പരം ഷുഗലായിരിക്കുകയാണ്. എന്തറിയോ? പെരുപ്പം കാണിക്കുന്ന വിഷയത്തിൽ, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ വലിയ ഭയങ്കരമാണ്, സംഭവമാണ് എന്നിങ്ങനെ വളരെ എളുപ്പമാണത് പറയാനൊക്കെ. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നാളെ ചോദിക്കുമെന്നാണ് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത്. അപ്പൊ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യണം. ഒരു തവണ പാരായണം ചെയ്താൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം അള്ളാഹു നൽകും. വലിയ ഗുണമുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് ഇന്നു മുതൽ മരണം വരെ, ഈ റമദാന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് തുടക്കം കുറിക്കണം, മരണം വരെ മുടങ്ങാതെ. കാരണം മുത്തു റസൂൽ പഠിപ്പിച്ചതാണ്, മുത്തു ഹബീബ് പഠിപ്പിച്ച ഒരു കാര്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു തൗഫീഖും വലിയൊരു ഭാഗ്യവുമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് തുടക്കം കുറിക്കണം. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുൽ മഖാബിർ, ഇതൊക്കെ അറിയുന്നതാണ്. ആ ഈ സൂറത്ത് ഒരു തവണ മതി, അത്രയേ ഉള്ളൂ, കുറെ വേണം. ഒരു തവണ പാരായണം ചെയ്യുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടിലേക്ക് കഴിയുന്നവരൊക്കെ ഉണ്ട്. അവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും ഖൈറും സന്തോഷം റാഹത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുറാദുകളെല്ലാം ഹാസിലാക്കട്ടെ. നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ. വിശുദ്ധ റമദാൻ നല്ല നിലക്ക് ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.